ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 10th പ്രിലിംസിന് അതേപോലെ 10th മെയിൻസിനും അതേപോലെ ഡിഗ്രി മെയിൻസിനൊക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി പ്രിലിംസിന് നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി മാർക്ക് വെയിറ്റേജ് കൂടുതലാണ് കോൺസ്റ്റിറ്റ്യൂഷന്. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, 10th മെയിൻസിനാകുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 10ാം ക്ലാസ് അതേപോലെ +1 +2 ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാകും. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അവരെന്താക്കിയിരുന്നത്, ഏറ്റവും കൂടുതൽ ടഫാക്കിയിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ഭരണഘടനാ വഴിയും വഴികാട്ടിയും. എന്താണ്, ജസ്റ്റ് ഒരു കോട്ടിംഗ് ആണ് തന്നിരിക്കുന്നത്, മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ. അപ്പോൾ നിങ്ങളിവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യങ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ്, മഹാത്മാഗാന്ധിയുടേതാണെന്ന് നമുക്ക് പഠിച്ചിരിക്കണം. യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് മഹാത്മാജി ആഗ്രഹിച്ചിരുന്നത്. ഏതൊക്കെയാണ്, പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നിവയൊക്കെ എന്താണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ് ഭരണഘടനാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം അല്ലേ. നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികൾ മാത്രമല്ല, ഇന്ത്യയിലെ അന്നത്തെ ഓരോ ജനവിഭാഗങ്ങളുടെയും എന്തായിരുന്നു, ഒരാഗ്രഹമായിരുന്നു എന്താ, ഭരണഘടന എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടുകൂടി വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ഇതിന് ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. എന്നാണ് 1885, ഇമ്പോർട്ടൻ്റ് വർഷമാണ്. 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായതാണ് 1885. അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു അല്ലെ. നേരത്തേക്ക് എന്തായിരുന്നു, ഈ പറയുന്ന ഓരോ ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ്, ഓരോന്നും എന്തായിരുന്നു, ഓരോ പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ളതായിരുന്നു. പൂനെ സാർവജനിക് സഭ പൂനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. പക്ഷെ അത് പോരാ, എന്താണ്, ദേശീയ തലത്തിലേക്ക് ഒന്ന് വേണമെന്നുള്ള തീരുമാനത്തിലാണ് എന്ത് രൂപീകരിക്കുന്നത്, നമ്മൾ INC രൂപീകരിക്കുന്നത് 1885. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും തീവ്ര ദേശീയവാദം ഉൾപ്പെട്ട നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പം നമുക്കറിയാം എന്താണ്, INC-യുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിതവാദികളും തീവ്രവാദികളും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം എന്താണ്, അവരുടെ കാഴ്ചപ്പാടുകൾ പലതായിരുന്നെങ്കിലും എന്താണ്, അവരുടെ എല്ലാവരുടെയും ബേസിക് ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരുന്നു അല്ലെ, ഒരു സ്വതന്ത്ര ഇന്ത്യ അല്ലെ, സ്വാതന്ത്ര്യം വേണമെന്നും ഒരു ഭരണഘടന വേണമെന്നും ഒക്കെയായിരുന്നു. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യവും ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതികളിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയിൽ അടിത്തറയാകേണ്ടതെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചു. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്, എന്തൊക്കെയാണ് കണ്ടോ, മതസൗഹാർദ്ദം വേണം, അതേപോലെ സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി വേണം, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഇതെല്ലാം എന്തായിരുന്നു,
ഓരോ മനുഷ്യനും ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം, സാമൂഹ്യനീതി, ജനാധിപത്യ ഭരണം എന്നിവ. ഓക്കെ, അപ്പൊ എന്താണ് ഭരണഘടനയുടെ മുൻഗാമി? അതായത് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് ലഭിക്കുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പക്ഷേ എന്താണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 50 ജനുവരി 26. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 26, സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് 47 ഓഗസ്റ്റ് 15. അപ്പൊ നോക്കിക്കേ, ഈ 47 ഓഗസ്റ്റ് 15 ശേഷം ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞു. ഈ 2.5 വർഷത്തോളം അപ്പൊ ഇന്ത്യ എങ്ങനെയായിരുന്നു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയെന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. കണ്ടോ, അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്നുള്ളത്. അതാണ് എന്താണ് ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? 1935 എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരും വരെ എന്തായിരുന്നത്? നമ്മുടെ ഭരണഘടനയായിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 50 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഓക്കെ, നോക്കിക്കേ, എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് പറയുന്നത്. 6 പ്രവിശ്യകളിൽ അവർ എന്തുണ്ടായിരുന്നു? ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു ബോക്സ് ഇവർ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയായിരുന്നു. കേന്ദ്രത്തിലും എന്തായിരുന്നു? ദ്വിമണ്ഡല സഭയായിരുന്നു. അതേപോലെ 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പിന്നെന്താണ്? ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ എന്നിവയൊക്കെ എന്തായിരുന്നു? ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളാണ്. അടുത്ത എന്താണ് പറയുന്നത്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? വിഭജിച്ചിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളാണ് 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. പിന്നെ എന്താണ് പറയുന്നത്? 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിലും എന്തായിരുന്നു? ദ്വിമണ്ഡല സഭയായിരുന്നു. കേന്ദ്രത്തിലും 6 പ്രവിശ്യകളിലും. പിന്നെ അതേപോലെ ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് എന്തായിരുന്നു? പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പറയാണ് ഭരണഘടനാ നിർമ്മാണത്തിലേക്ക്. അങ്ങനെ അപ്പൊ എന്താണ്? ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്താണ്? സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം. മറ്റേത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ലേ. അപ്പൊ 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ആരാണ്? ക്യാബിനറ്റ് മിഷൻ. അപ്പൊ എന്താണ്? അധികാര കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ. പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് എന്ത് നിർമ്മിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പൊ 1946 എന്ത്? ക്യാബിനറ്റ് മിഷന്റെ സന്ദർശനം എന്ന് പറയുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ പറയുകയാണ്. എത്ര വർഷമാണ് എടുത്തത്? 2 വർഷം 11 മാസം 17 ദിവസം എടുത്താണ് ഭരണഘടന ഉണ്ടാക്കിയെടുത്തത്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം. ഇനി അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അത് താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ആര്? നമ്മുടെ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഇതിന്റെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വേണം. അതിന്റെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെല്ലാവരും കൂടി ചേർന്ന് 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. എങ്കിൽ ഭരണഘടന അംഗീകരിച്ചത് ചോദിക്കാറുണ്ട്. എന്നാണ്? 49 നവംബർ 26. ഈ നവംബർ 26 നമ്മൾ എന്തായിട്ട് കാണുന്നത്? ഭരണഘടനാ ദിനം, നിയമദിനം ഒക്കെ നവംബർ 26. അതായത് 49 ജനുവരി 26 ആയപ്പോഴേക്കും ഇതങ്ങ് അംഗീകരിച്ചു. പക്ഷേ എന്താണ്? പണ്ട് നമ്മുടെ INC ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചിരുന്നു. എന്നാണ്? ജനുവരി 26. ആ ഒരു ഓർമ്മയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ എന്താണ്? ഭരണഘടന അംഗീകരിച്ചത് 1946 നവംബർ 26 അംഗീകരിക്കുകയും അത് നിലവിൽ വരുന്നത് തൊട്ടടുത്ത വർഷം 50 ജനുവരി 26. കൂറുമാറ്റ ഭരണഘടനയ്ക്കായി
ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിച്ചിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായ പഠനത്തിന് വിധേയമാക്കിയുണ്ടായി. മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒത്തിരി ആശയങ്ങൾ നമ്മൾ ആമുഖം കടം കൊണ്ടത്, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അയർലൻഡ്, ആമുഖം USA, മൗലിക കടമ റഷ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. നമുക്കറിയാം ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. അപ്പൊ ഡോക്ടർ BR അംബേദ്കർ ഒക്കെ എന്താ ചെയ്യുന്നു, അത്രയും ഭരണഘടന, അത്രയും രാജ്യങ്ങളുടെ ഭരണഘടന വിശദമായിട്ട് പഠിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് ഏതാണോ സ്യൂട്ട് ആവുന്നത്, അല്ലെ, ഇപ്പൊ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആ രാജ്യത്തിന് നല്ലതായിരിക്കും, പക്ഷെ നമ്മുടെ രാജ്യത്തിന് നല്ലതാവില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ രാജ്യത്തിന് എന്താണോ, നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ സംസ്കാരത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നും സെലക്ട് ചെയ്താണ് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനിയാണ് ഭരണഘടനയുടെ സവിശേഷതകൾ പറയുകയാണ്. 1950 കണ്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദവും 8 പട്ടികയും ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് മാറ്റമുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട നമ്പേഴ്സ് ആണ് 22, 395, 8. 22 ഭാഗം, 395 അനുച്ഛേദം, 8 പട്ടികകൾ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിലെ ഭാഗങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ അനുച്ഛേദങ്ങളുടെ എണ്ണം എത്ര, അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്, 22 ഭാഗം 300 അന്നും പറഞ്ഞൊക്കെ ഓർഡർ തിരിച്ചൊക്കെ തരാം. അപ്പൊ നമ്മൾ പഠിക്കണം 22, 395, 8. ഇനി എന്താണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുകയാണ്. പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്, അത് ജനങ്ങളിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും, അതായത് വ്യക്തിക്ക് രാഷ്ട്രം കുറെ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് തരുന്നുണ്ട്, അല്ലെ. ഇപ്പൊ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൗലിക അവകാശങ്ങൾ 6 പഠിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രം നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് രാഷ്ട്രത്തോടും നമുക്ക് കുറെ കടമകളുണ്ട്, അല്ലെ. നമ്മുടെ ചുറ്റുപാടിനെ സൂക്ഷിക്കണം. അതേപോലെ എന്താണ്, നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം, അത് അവരുടെ മൗലിക അവകാശമാണ്. പക്ഷേ അവർക്ക് എന്താണ്, വിദ്യ കൊടുക്കേണ്ടത് എന്താണ്, ഒരു രക്ഷിതാവിൻ്റെയും മൗലിക കടമയാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി മൗലിക കടമകളുണ്ട്. പിന്നെ എന്താണ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശങ്ങൾ. അതായത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളൊക്കെ എവിടെയായിരുന്നു, ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. നിയമവാഴ്ച. എല്ലാ പൗരനും നിയമത്തിന് തുല്യ വിധേയരാണ്. ആരും എന്താണ്, നിയമത്തിന് അതീതരല്ല. അല്ലാതെ എന്താണ്, അയാൾ ഇത്ര പണക്കാരനാണ് അപ്പൊ അവൻ ആ നിയമം ബാധകമല്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അല്ലെ. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമുക്കറിയാം, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്കുള്ള ശിക്ഷയായിരിക്കില്ല താഴ്ന്ന ജാതിക്കാർക്കുള്ള ശിക്ഷയും ശിക്ഷാരീതികളും, അവർ തെറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്നത് പോലും ഒരേ രീതി ആയിരുന്നില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട് എല്ലാവർക്കും എന്താണ്, ഒരേ ഇതാണ്. മന്ത്രി ആയിക്കോട്ടെ, അല്ലെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും എന്താണ്, എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. അടുത്തത് പറയുന്നത് സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം, അല്ലെ. 18 വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാമെന്നുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം, അല്ലെ. ഇതൊക്കെ എന്താണ്, നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ടും, അല്ലെ, അത് കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ ആര് വേണം, ഒരു കോടതി വേണം. അടുത്ത പറയാണ് ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. അതാണ് നമ്മുടെ ഇന്ത്യ ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല എന്ന്. കണ്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ പറയുന്നത്. പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ്. ജനങ്ങൾക്കാണ് പരമാധികാരം. മൗലിക അവകാശങ്ങളും മൗലിക കടമകളും മാർഗനിർദ്ദേശക തത്വങ്ങളുണ്ട്. നിയമവാഴ്ചയുണ്ട്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശമുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഫെഡറലിസമാണ്, ഏക പൗരത്വമാണ്. കണ്ടോ.
നോക്കിക്കേ, അടുത്ത പറയുന്നത് ശരിയാണോ, അത് കറക്റ്റ് ആണോ അല്ലേ എന്നറിയാനാണ്. എന്താണ്? സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. ആണോ? അല്ല. സർക്കാരും എന്താണ്, അതാണ് ഇവിടെ പറയുന്നത്, സ്വതന്ത്രമായൊരു നീതിന്യായ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അവയിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തമാണ്. കണ്ടോ, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്, ഇത് തെറ്റാണ്. ഇതെങ്ങനെയായിരിക്കും കേട്ടോ, ഈ ഒരു ബോക്സ് നിങ്ങൾ പഠിക്കണേ. ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് വരുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരമുണ്ട്. കണ്ടോ, നമ്മളിവിടെ പറയുന്നുണ്ട് അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മാത്രമായിട്ട് കുറച്ച് അധികാരങ്ങളുണ്ട്, അത് ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല, ശരിയാണ് അല്ലെ? എല്ലാവരും എന്താണ്, അതാണ് നമ്മൾ പറയുന്ന നിയമവാഴ്ച. ആരും നിയമത്തിന് അതീതരല്ല എന്നുള്ളത്. ഓക്കെ, അതും എന്താണ് ഇവിടെ ശരിയായ പ്രസ്താവനയാണ്. ഇനി ഇന്ത്യയിലെ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം ആണോ? അല്ല. നമ്മുടെ ഇന്ത്യയിൽ എന്താണ്, ഏക പൗരത്വ സംവിധാനമാണ്. തെറ്റാണ്. ജനാധിപത്യത്തിൽ ആരാണ്? ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് എന്തുമുണ്ട്, മൗലിക കടമകളുമുണ്ട്. ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. തെറ്റാണ് അല്ലെ? നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ തെറ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും അതിനാണ് നമുക്ക് അല്ലെ എന്താണ്, പ്രതിപക്ഷവുമുണ്ട്, അതേപോലെ കോടതിയുണ്ട്. അല്ലാണ്ട് മുഖ്യമന്ത്രിയാണ് തെറ്റ് ചെയ്തത്, അത് മുഖ്യമന്ത്രിയല്ലേ, ചോദിക്കേണ്ടെന്ന് ആരും പറയില്ല. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ആൾക്കാർ നമുക്കറിയാം. അതിപ്പോൾ കോടതിയിലാണെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മുന്നോട്ട് പോകും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിയമങ്ങളുടെ ഉറവിടം. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് അല്ലെ? ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പാർലമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ? പക്ഷെ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഭരണഘടനയെ ബേസ് ചെയ്തിട്ടാണ്. ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം പോലും നമ്മുടെ എന്ത് ചെയ്യുന്നില്ല, ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഭരണഘടനയിൽ ഭേദഗതി വരുത്തി അത് എന്ത് ചെയ്യണം, എല്ലാവരും പാസ്സാക്കിയിട്ടൊക്കെ വേണം ഇതൊക്കെ ഓരോന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാണ്ട് ഭരണഘടനയിൽ എന്ത് പറയുന്നു അത് മാത്രമേ ഇവർക്ക് നിയമങ്ങളായിട്ട് രൂപീകരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. കണ്ടോ, കുറെ നിയമങ്ങളാണ്. വനം, വന്യജീവി സംരക്ഷണം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേലം, ദുരന്ത നിവാരണം, ഭൂപരിഷ്കരണം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ഓരോന്നേ. അതിൽ ആദ്യം പറയുന്നതാണ് ലൈംഗിക കുറ്റങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, പോക്സോ ആക്ട് 2012. കണ്ടോ, എന്താണ്, കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണ്, 18 വയസ്സിൽ താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. പോക്സോ നിയമപ്രകാരം എത്ര വയസ്സിൽ താഴെയാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത്? ചിലപ്പോൾ ചോദിക്കും 18 വയസ്സിൽ താഴെയുള്ള ആണ്, 18 വയസ്സിൽ താഴെയുള്ള പെണ്ണ്, 16 വയസ്സിൽ താഴെയുള്ള ആണ്, 16 വയസ്സിൽ താഴെയുള്ള പെണ്ണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. എന്താണ്, 18 വയസ്സിൽ താഴെയുള്ള ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അല്ലെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെന്താണ്, കുട്ടിയാണ്. 18 വയസ്സ്, അത് നമ്മൾ ശ്രദ്ധിക്കണേ. ബാലവേലയ്ക്ക് അങ്ങനെ ഓരോന്നിനും വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ കുട്ടി എന്ന് പരിഗണിക്കുന്നത്, പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പരിഗണിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്ന സുരക്ഷിതമല്ലാത്ത സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അപ്പൊ എന്താണ് അല്ലെ, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവനെ സുരക്ഷിതമല്ലാതാക്കുന്ന ഒരു സ്പർശമായിക്കോട്ടെ, ഒരു നോട്ടമായിക്കോട്ടെ, അതിന് എന്ത് ചെയ്യാം, നോ പറയാനായിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇതൊക്കെ ബേസിക്. എനിക്ക് ഈ ഒരു ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്ക് വളരെയധികം കാര്യം
ഒരു 7 ശരിക്കും ഇതൊക്കെ ഒരു 5ാം ക്ലാസ്സിലെങ്കിലും നമ്മൾ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങളും കുറേ അവയർനെസ് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ തന്നെ നമ്മുടെ എന്താണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ, പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പഠിച്ചു വെക്കണേ. അതായത് ചിലപ്പോൾ ചോദിക്കാം, എന്താണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? 44. അതേപോലെ ഇവിടെ പറയുകയാണ്, ലൈംഗിക അതിക്രമ കേസുകൾ വന്നാൽ എന്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 19 പ്രകാരമാണ്. ഇനിയാണ് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഈ പോയിന്റ്സ് ഒക്കെ പഠിക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഏതെല്ലാം? 1, 2 ശരി, 2, 3 ശരി, എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞു തരാം. എന്താണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിധികളും വ്യക്തമാക്കുന്നു. അല്ലെ, ഗവൺമെന്റ് ആയിക്കോട്ടെ എന്തും അതെന്താണ്, എവിടം വരെ പോകണമെന്നും അതിന്റെ ഒരു പരിധി, ഒരു ബോർഡർ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടന പറയുന്നുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തിന്റെ ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായി സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഇനിയാണ് നമ്മുടെ കുറച്ച് ഭേദഗതി പറയുകയാണ്. എന്നാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഇനി ഏതാണ് ഭേദഗതി 1? ഇമ്പോർട്ടന്റ് ആണ് ഭേദഗതി 1. ഈ തന്നിരിക്കുന്ന ഭേദഗതികൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. എന്താണ് ഭേദഗതികൾ 1 എന്ന് പറയുന്നത്? 1951 പട്ടികകളുടെ എണ്ണം, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 22, 395, 8 പട്ടിക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു ഭരണഘടന നിലവിൽ വന്ന സമയത്തുള്ളത്. പക്ഷേ ഭേദഗതി 1 പ്രകാരം എന്താണ്, അതിന് മാറ്റം വരുന്നിട്ടുണ്ടല്ലേ. എന്താണ് അതിന് മാറ്റം വന്നത്? പട്ടികകളുടെ എണ്ണം എന്താക്കി മാറ്റി? 51 ആക്കി മാറ്റാൻ, 9 ആക്കി മാറ്റി. 1951 പ്രകാരം അത് എന്തായിട്ട് മാറി? പട്ടികകളുടെ എണ്ണം 9 മാറി. ഇനി അത് മാറ്റം, പിന്നീട് മാറ്റം വന്നിട്ടുണ്ട്. 42ാം ഭേദഗതി എന്താണ്? 1976. 42, 4ഉം 2ഉം എത്രയാണ്? 6 അപ്പൊ 1976. 44ാം ഭേദഗതി 4 + 4 8 1978 44ാം ഭേദഗതി. 1976 ഭേദഗതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? 42ാം ഭേദഗതി പ്രകാരമാണ് മതേതരത്വം, സോഷ്യലിസം, എന്താണ് അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. മൗലികാവകാശം അതേപോലെ എന്താണ് പറയുന്നത്? നമ്മുടെ ആമുഖത്തെ ഭേദഗതി ചെയ്ത അത് ഏതാണ്? 42ാം. അതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഭേദഗതി 42 44ാം ഭേദഗതിക്ക് എന്താണ് പ്രത്യേകത? 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായിട്ട് മാറിയത്. 44ാം ഭേദഗതി 1978 പ്രകാരമാണ്. ഇനിയാണ് 73ഉം 74ഉം. ഏത് വർഷമാണ്? 92. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്നത് ഭേദഗതി 73 പ്രകാരം. പഞ്ചായത്ത് രാജ് 74 പ്രകാരം ഏതാണ്? നമ്മുടെ നഗരപാലിക നിയമവുമാണ്. നെക്സ്റ്റ് ഇവിടെ 86 പറയുന്നുണ്ട്. എന്താണ്? 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത് ഭേദഗതി 86 അപ്പൊ നമുക്കറിയാം മൗലിക അവകാശം 21A ആയിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ്? അടിസ്ഥാന വിദ്യാഭ്യാസം ഏതൊരു പൗരന്റെയും മൗലിക അവകാശമാണെന്നുള്ളത്. അത് ഏതാണ്? 22ാം ഭേദഗതി 2002 86ാം ഭേദഗതി പ്രകാരമാണ്. നെക്സ്റ്റ് എന്താണ്? 101ാം ഭേദഗതി. എന്താണ്? GST വന്നത് 2016 101ാം ഭേദഗതി പ്രകാരമാണ് എന്ത് നിലവിൽ വരുന്നത്? GST നിലവിൽ വരുന്നത്. ചരക്കു സേവന നികുതി അല്ലെ, സെയിൽസ് ആൻഡ് സർവീസ് ടാക്സ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി 106ാം ഭേദഗതിയാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. നമ്മുടെ പുതിയ പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ്, ആദ്യത്തെ നിയമമാണ് അല്ലെ. എന്താണ്? 33% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നതാണ് എന്താ ഈ പറയുന്ന 106ാം ഭേദഗതി എന്ന് പറയുന്നത്. അതാണ് നാരി ശക്തി വന്ദന അധിനിയം എന്നൊക്കെ അറിയപ്പെടുന്നത് 106ാം ഭേദഗതിയാണ്.
നെക്സ്റ്റ് നോക്കാം. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഭരണഘടന ഭേദഗതി. എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട്. 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. എന്നാൽ ഭരണഘടന അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഓരോ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ചുറ്റുപാടും ഒക്കെ മാറുന്നതനുസരിച്ച് ഭരണഘടനയിലും എന്ത് ചെയ്യണം? മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ എന്താണ് ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടത്തെ നിയമങ്ങളിൽ ആ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള കച്ചവടത്തെ പറ്റി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് എന്താണ്? ഓൺലൈനൊക്കെ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അതിനാണ് എന്താ ഭരണഘടനയിൽ നമ്മുടെ ചുറ്റുപാടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണഘടന മാറ്റം വരുത്താൻ പറ്റും. അതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്? ആർക്കാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം? അത് നമ്മുടെ പാർലമെന്റിനാണ്. അതിനെപ്പറ്റി പറയുന്ന വകുപ്പാണ് ഇത് 368. അപ്പൊ ചോദിക്കാറുണ്ട്, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഇത് 368 എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെയാണ് 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നത്. അതാണ് എന്താണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. 1973 എന്താ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് ആര് പറയുന്നത്? നമ്മുടെ സുപ്രീം കോടതി വിധിക്കുന്നത്. അപ്പൊ ചോദിക്കാം, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ വിധിയാണ് ഇത് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ്. അടുത്തതാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പറയുന്നത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായിട്ടാണ് കൂട്ടിച്ചേർത്തത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് പ്രസ്തുത നിയമം എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം മൗലിക അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ചെറു ഭരണഘടന? എന്താണ്? 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. അപ്പൊ 1976 42 ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തി, അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തി, കുറേ മാറ്റങ്ങൾ ആ സമയത്ത് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ചെറു ഭരണഘടന എന്ന് പറയുന്നത്. കണ്ടോ? ഇനി എന്താണ് പറയുന്നത്? നമ്മൾ പറയാണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്താണ് നമ്മുടെ ഇവിടെ കുറെ പറയാണ്, രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത്, ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണം എന്ന് പറയുന്ന കുറെ ന്യൂസുകൾ വരുവാണ്. അതായത് എന്താണ്, മനുഷ്യർക്ക് എന്താണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും എല്ലാ നിയമങ്ങളും അംഗീകരിക്കണമെന്നില്ല. പലതരം വെല്ലുവിളികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്? ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ കാരണമാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ പലതും നടപ്പാക്കാതെ പോകുന്നത്. ഇപ്പൊ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം 18 വയസ്സാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായമെന്ന്, ആൺകുട്ടിക്ക് 21 അറിയാം. പക്ഷേ എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഉൾപ്രദേശങ്ങളിലേക്ക് എന്താണ് 12 വയസ്സിലും 13 വയസ്സിലും ഒക്കെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ട്. അതൊന്നും അവർക്ക് അതെന്താണ് നിയമത്തെ പറ്റിയുള്ള അറിവില്ലായ്മയും അവരുടെ താല്പര്യങ്ങളുടെ ആ ഒരു വ്യത്യസ്തതയൊക്കെയാണ്. അപ്പൊ കേരളത്തിൽ നിന്ന് നമുക്കൊന്നും അത്രയ്ക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ പറയുന്ന ഉൾപ്രദേശങ്ങളും അതായത് അങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഇതേപോലെ ചെറിയ പ്രായങ്ങളിലൊക്കെ കല്യാണം കഴിച്ചു പോകുന്നുണ്ട്.
ഓക്കെ. അതേപോലെ സ്ത്രീധനം കൊടുക്കാനോ വാങ്ങിക്കാനോ പാടില്ല എന്ന് പറഞ്ഞാലും എന്താണ് കണക്ക് പറഞ്ഞ് സ്ത്രീധനം ചോദിക്കുന്നതും അതിനെപ്പറ്റിയുള്ള മരണങ്ങളും ഒക്കെ എന്താണ് നമ്മൾ ഇപ്പോഴും പത്രങ്ങളിലൂടെ വായിക്കുന്നതാണ് അല്ലെ. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടെ നാട് അല്ലെ, നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയർന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരവുമായിട്ടാണ് സ്വീകരിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വം മതനിരപേക്ഷത ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് ഉയർത്താൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണല്ലേ ഇത്. പസമജറി എന്ന് പഠിക്കുന്നതാണ്, ഓർഡർ ചോദിക്കുന്നതാണിത്. ഇതിന്റെ ഓർഡർ ഏതാണെന്ന്? ഇന്ത്യ എന്താണ്? പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്, പസമജറി. ഓക്കെ, ഇതാണ് അതിന്റെ ഓർഡർ കേട്ടോ. പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ടേ. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.